ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ 5-ാം ദിവസവും പരിശോധന തുടരുകയാണ്. 9-ാം സ്പോട്ടിൽ നിന്നാണ് ഇന്നത്തെ പരിശോധന തുടങ്ങുന്നത്. തെളിവെടുപ്പിനിടെ സാക്ഷിയെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ആരോപണവുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തി. ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെ അഭിഭാഷകൻ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്ന്. മുഹമ്മദ്, ആദ്യം ഇന്നത്തെ ഈ പരിശോധന ഏത് തരത്തിലേക്കാണ്? ഇന്നലെ നടത്തിയ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്ത സ്പോട്ടിലേക്ക് പരിശോധന മാറിയിരിക്കുകയാണല്ലോ. ധർമ്മസ്ഥലയിൽ അടുത്ത സ്പോട്ടിലേക്ക് പരിശോധന നടക്കുന്നു. ഇന്നിപ്പോൾ 9-ാം സ്പോട്ടിലാണ് പരിശോധന നടക്കുന്നത്. 5-ാം ദിവസത്തെ പരിശോധനയാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിന് തലേ ദിവസം നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയത്. അത് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ. അനുജ, പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെത്തി അവരുടെ പരിശോധന തുടങ്ങിയിട്ടുള്ള 6-ാമത്തെ ദിവസം. ഈ കുഴി പരിശോധിച്ചുള്ള പരിശോധനയുടെ 5-ാമത്തെ ദിവസം, മണ്ണ് മാറ്റിയുള്ള പരിശോധനയുടെ 5-ാം ദിവസമാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം SIT സംഘാംഗത്തിനെതിരെ ഉയരുന്നത്. ഇന്ന് പരിശോധന നടത്തുന്ന സ്പോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് റോഡ് സൈഡിനോട് വളരെ ചേർന്നുള്ള സ്പോട്ടാണ്. ഇവിടെ ഇപ്പോൾ ഇവിടെ പച്ച തുണി ഉപയോഗിച്ച് ഇവിടെ മുഴുവൻ മറയ്ക്കുകയാണ്. പൂർണ്ണമായും ഇവിടെ മറച്ചതിന് ശേഷമാണ് ഇവിടെ പരിശോധന നടക്കാൻ പോകുന്നത്. ഈ ഒരു ഭീഷണിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ദിവസവും സാധാരണഗതിയിൽ ഇവിടെ തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ സാക്ഷിയെ കൊണ്ടുപോകാറുണ്ട്. SIT ഓഫീസിലേക്ക് ബെൽത്തങ്ങാടിയിൽ എത്തിച്ച് അന്നത്തെ ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്താറുണ്ട്. അതിനിടയിലാണ് SIT സംഘാംഗമായിട്ടുള്ള മഞ്ജുനാഥ ഗൌഡ അദ്ദേഹത്തിനെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്ന് അഭിഭാഷകർ പറയുന്നു. അഭിഭാഷകർ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാണ് ഈ പരാതി നൽകിയതെന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഈ മഞ്ജുനാഥ ഗൌഡ ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി ഉയരുന്നത്. മാത്രമല്ല ഇത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷി അഭിഭാഷകരോട് പറയുന്നു. അതായത് രാത്രി 10 മണിക്ക് ശേഷമാണ് ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് കൂടി മനസ്സിലാക്കണം. മാത്രമല്ല 6-ാമത്തെ സ്പോട്ടിൽ നിന്നും അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ റോഡിനോട് ചേർന്നുള്ള പരിശോധിക്കുന്ന സ്ഥലത്ത് നിന്നും അസ്ഥികൾ കണ്ടെത്തുമെന്നുള്ള ഉറപ്പ് ശുചീകരണ തൊഴിലാളിയും അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവരും നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കൂടി ഇത് കടക്കുമ്പോഴാണ് ഒരു ഭീഷണി SITയുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഭീഷണി ഈ സാക്ഷിക്ക് നേരെ ഉയരുന്നത്. അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, വലിയ സംഭവമാണ്. കാരണം അന്വേഷണം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഭീഷണി വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ ആര്, എന്തുകൊണ്ട് ഒരു SIT ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ. അപ്പോൾ ആക്ഷൻ കമ്മിറ്റിയും ഇതിൽ പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും വിധേന ഇത് തേച്ചു മായ്ച്ചു കളയാൻ, അദ്ദേഹത്തിനെ കുരുക്കാൻ വേണ്ടിയിട്ട്, ഭീഷണിപ്പെടുത്തി പിന്മാറ്റാൻ വേണ്ടിയിട്ടാണ് SIT സംഘത്തിന്റെ ശ്രമം എന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണവും വന്നിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ തെരച്ചിൽ അതിനിർണായകമാണ്. ഈ റോഡിനോട് ചേർന്നുള്ള മറച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇന്ന് പരിശോധന നടക്കാൻ പോകുന്നത്. 9-ാം സ്പോട്ടിലേക്ക് പരിശോധന കടക്കുന്നു. 8ഓളം മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് അത് കടക്കുന്നു. മറിച്ച് വിവാദങ്ങളും ഒരു ഭാഗത്ത് ഇങ്ങനെ പുകയുകയാണ് അനുജ.